ഉള്ളവരെ ലോഗോസ് ക്യൂസ് മാസ്റ്ററിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ഇത് ഉപയോഗപ്രദമായി തോന്നുകയാണെങ്കിൽ ലോഗോസിനെ പഠിച്ചൊരുങ്ങുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് പങ്കുവയ്ക്കാനും ശ്രദ്ധിക്കുമല്ലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുക 2026 ലോഗോസ് ക്യൂസ് പരീക്ഷയുടെ പഠന ഭാഗമായ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്നുള്ള 67 പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം താരതമ്യേന അല്പം കടുപ്പമുള്ള സുവിശേഷ ഭാഗമാണ്. പക്ഷേ ശ്രദ്ധിച്ച് പഠിച്ചാൽ വലിയ മാർക്ക് നേടുവാനായിട്ട് എല്ലാവർക്കും സാധിക്കും. അപ്പോൾ ശ്രദ്ധാപൂർവം ചോദ്യങ്ങൾ കേൾക്കുകയും ഉത്തരങ്ങൾ മനഃപ്പാഠമാക്കുവാനും ശ്രദ്ധിക്കുമല്ലോ. ലോഗോസ് പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും വാങ്ങുന്ന തരത്തിൽ പഠിച്ചൊരുങ്ങുവാനായിട്ട് 100 മാതൃകാ പരീക്ഷകളുടെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ഈ ചാനലിൽ നടത്തുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് രജിസ്ട്രേഷൻ ഫീസായ 300 രൂപ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം ഗൂഗിൾ പേ ചെയ്ത സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷ എഴുതുവാനുള്ള ഗൂഗിൾ ഫോം ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും ഇതേ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇതിനോടകം കഴിഞ്ഞു പോയ മോക്ക് ടെസ്റ്റുകളുടെ ലിങ്കുകളും ഷെയർ ചെയ്യുന്നതായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം അധ്യായം 1-ൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 51. 2. യോഹന്നാന്റെ സുവിശേഷം അധ്യായം 1-ലെ ആദ്യത്തെ തലക്കെട്ട്. ഉത്തരം വചനം മനുഷ്യനായി. 3. ആദിയിൽ ഉണ്ടായിരുന്നത് എന്ത്? ഉത്തരം വചനം. 4-ാമത്തെ ചോദ്യം, യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് എങ്ങനെ? ഉത്തരം ആദിയിൽ വചനമുണ്ടായിരുന്നു. 5. ആദിയിൽ ഉണ്ടായിരുന്ന വചനം ആരോട് കൂടെ ആയിരുന്നു? ഉത്തരം ദൈവത്തോടു കൂടെ. 6-ാമത്തെ ചോദ്യം, സമസ്തവും അവനിലൂടെ ഉണ്ടായി. ആരിലൂടെ? ഉത്തരം വചനത്തിലൂടെ. 7. അവനിൽ വചനത്തിൽ ഉണ്ടായിരുന്നത് എന്ത്? ഉത്തരം ജീവൻ. 8-ാമത്തെ ചോദ്യം, വചനത്തിൽ ഉണ്ടായിരുന്ന ജീവൻ ആരുടെ വെളിച്ചമായിരുന്നു? ഉത്തരം മനുഷ്യരുടെ. 9. ആ വെളിച്ചം എവിടെയാണ് പ്രകാശിക്കുന്നത്? ഉത്തരം ഇരുളിൽ. 10-ാമത്തെ ചോദ്യം, ആ വെളിച്ചത്തെ എന്ത് ചെയ്യാനാണ് ഇരുളിന് കഴിയാതിരുന്നത്? ഉത്തരം കീഴടക്കാൻ. 11-ാമത്തെ ചോദ്യം, ഒരു മനുഷ്യനെ അയച്ചത് ആര്? ഉത്തരം ദൈവം. 12. ദൈവം അയച്ച മനുഷ്യന്റെ പേര് എന്തായിരുന്നു? ഉത്തരം യോഹന്നാൻ. 13. യോഹന്നാൻ എന്തിനു വേണ്ടിയാണ് വന്നത്? ഉത്തരം സാക്ഷ്യത്തിനു വേണ്ടി. 14. എന്തിന് സാക്ഷ്യം നൽകാനാണ് യോഹന്നാൻ വന്നത്? ഉത്തരം വെളിച്ചത്തിന്. 15-ാമത്തെ ചോദ്യം, അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷി നൽകാൻ. അവൻ വഴി എല്ലാവരും ഡാഷ്. യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യം പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം വിശ്വസിക്കാൻ. 16. വെളിച്ചമായിരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? ഉത്തരം യോഹന്നാനെ കുറിച്ച്. 17-ാമത്തെ ചോദ്യം, എന്താണ് ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നത്? ഉത്തരം എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം. 18. യോഹന്നാൻ 1:13 അവർ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം വിശ്വാസികൾ. 19. യോഹന്നാൻ 1:13 അവർ എന്ന് ഉപയോഗിച്ച് കാണുന്നത് ഏത് കയ്യെഴുത്ത് പ്രതിയിലാണ്? ഉത്തരം ഗ്രീക്ക്. ഒരു ഉത്തരം നമ്മൾ കാണുന്നത് ഫുട് നോട്ടിലാണെന്ന കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. 20.
യോഹന്നാൻ 1:13 അവർ ജനിച്ചത് എന്ന് ഗ്രീക്ക് കൈയെഴുത്ത് പ്രതികളിൽ ഉപയോഗിക്കുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം ദൈവത്തിൽ നിന്നുള്ള വിശ്വാസികളുടെ ജനനത്തെ. 21 എന്താണ് നമ്മുടെ ഇടയിൽ വസിച്ചത്? ഉത്തരം വചനം മാംസമായി. 22 നാം ദർശിച്ച അവന്റെ മഹത്വം എങ്ങനെ ഉള്ളതായിരുന്നു? ഉത്തരം കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. 23 അവന് സാക്ഷി നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞത് ആര്? ഉത്തരം യോഹന്നാൻ. 25 യോഹന്നാൻ അവന് സാക്ഷി നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞത് എന്ത്? ഉത്തരം ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു. 26 ചോദ്യം എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് ആര് ആരെ കുറിച്ച് പറഞ്ഞു? ഉത്തരം യോഹന്നാൻ യേശുവിനെ കുറിച്ച്. 27 അവന്റെ പൂർണ്ണതയിൽ നിന്നും നാം എല്ലാം എന്ത് സ്വീകരിച്ചിരിക്കുന്നു? ഉത്തരം കൃപയ്ക്കുമേൽ കൃപ. 28 ആര് വഴിയാണ് നിയമം നൽകപ്പെട്ടത്? ഉത്തരം മോശ വഴി. 29 കൃപയും സത്യവും ആര് വഴി ഉണ്ടായി? ഉത്തരം യേശു ക്രിസ്തു വഴി. 30 ചോദ്യം ആരെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല? ഉത്തരം ദൈവത്തെ. 31 പിതാവിനെ വെളിപ്പെടുത്തിയത് ആര്? ഉത്തരം പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതൻ. 32 യോഹന്നാന്റെ സുവിശേഷം അധ്യായം 1 രണ്ടാമത്തെ തലക്കെട്ട് എന്ത്? ഉത്തരം സ്നാപക യോഹന്നാന്റെ സാക്ഷ്യം. 33 നീ ആരാണെന്ന് ചോദിക്കാൻ യഹൂദർ ആരെയാണ് യോഹന്നാന്റെ അടുക്കലേക്ക് അയച്ചത്? ഉത്തരം പുരോഹിതന്മാരെയും ലേവ്യരെയും. 34 എന്ത് ചോദിക്കാനാണ് ജെറുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും യഹൂദർ യോഹന്നാന്റെ അടുക്കൽ അയച്ചത്? ഉത്തരം നീ ആരാണ് എന്ന് ചോദിക്കാൻ. 35 ഞാൻ ക്രിസ്തുവല്ല, അവൻ അസന്ധിഗ്ധമായി പ്രഖ്യാപിച്ചു. ആര്? ഉത്തരം യോഹന്നാൻ. 36 ഞാൻ ക്രിസ്തുവല്ല എന്ന് അവൻ അസന്ധിഗ്ധമായി പ്രഖ്യാപിച്ചപ്പോൾ അവർ ചോദിച്ചത് എന്ത്? ഉത്തരം എങ്കിൽ പിന്നെ നീ ആരാണ്? ഏലിയായോ? 37 എങ്കിൽ പിന്നെ നീ ആരാണ്? ഏലിയായോ എന്ന ചോദ്യത്തിന് യോഹന്നാൻ നൽകിയ മറുപടി എന്ത്? ഉത്തരം അല്ല. 38 നീ ഏലിയായോ എന്ന അവരുടെ ചോദ്യത്തിന് അല്ല എന്ന് അവൻ പ്രതിവചിച്ചു. അപ്പോൾ അവർ വീണ്ടും ചോദിച്ചത് എന്ത്? ഉത്തരം അല്ലെങ്കിൽ നീ പ്രവാചകനാണോ? 39 നീ പ്രവാചകനാണോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് യോഹന്നാൻ മറുപടി നൽകിയപ്പോൾ അവർ വീണ്ടും ചോദിച്ചത് എന്ത്? ഉത്തരം അങ്ങനെയെങ്കിൽ നീ ആരാണ്? ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ എന്തു മറുപടി കൊടുക്കണം? നിന്നെക്കുറിച്ച് തന്നെ നീ എന്തു പറയുന്നു? 40 കർത്താവിന്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് പ്രവചിച്ചത് ആരാണ്? ഉത്തരം യേശയ്യ ദീർഘദർശി. 41 യോഹന്നാൻ 1:24 പ്രകാരം ആരെയാണ് അവരയച്ചത്? ഉത്തരം ഫരിസേയർ. 42 ഫരിസേയർ അയച്ചവൻ യോഹന്നാനോട് നീ ആരല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത് എന്നാണ് ചോദിച്ചത്? ഉത്തരം ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ? 43 നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത് എന്ന് ചോദിച്ചവർക്ക് യോഹന്നാൻ നൽകിയ മറുപടി എന്ത്? ഉത്തരം ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു. 44 ആര് നിങ്ങളുടെ മധ്യ നിൽപ്പുണ്ട് എന്നാണ് യോഹന്നാൻ പറഞ്ഞത്? ഉത്തരം നിങ്ങൾ അറിയാത്ത ഒരുവൻ. 45 ഞാൻ എന്തിനു പോലും യോഗ്യനല്ല എന്നാണ് യോഹന്നാൻ പറഞ്ഞത്? ഉത്തരം എന്റെ പിന്നാലെ വരുന്ന അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും. 46
യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്നത് എവിടെ? ഉത്തരം ജോർദാന്റെ അക്കരെ ബഥാനിയായി. 47 യോഹന്നാന്റെ സുവിശേഷം അധ്യായം 1 മൂന്നാമത്തെ തലക്കെട്ട് എന്ത്? ഉത്തരം ദൈവത്തിന്റെ കുഞ്ഞാട്. 48 യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ യോഹന്നാൻ എന്താണ് പറഞ്ഞത്? ഉത്തരം ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 49 ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇത് ആരെക്കുറിച്ച് പറഞ്ഞതാണ്? ഉത്തരം യോഹന്നാൻ യേശുവിനെ കുറിച്ച്. 50 ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. വചനഭാഗം എഴുതുക. ഉത്തരം യോഹന്നാൻ 1 അധ്യായം 29 വാക്യം. 51 എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് യേശുവിനെ പറ്റി യോഹന്നാൻ പറയാൻ കാരണമെന്ത്? ഉത്തരം എനിക്ക് മുമ്പ് തന്നെ ഇവൻ ഉണ്ടായിരുന്നു. 52 എന്തിനു വേണ്ടിയാണ് ഞാൻ വന്നു ജലത്താൽ സ്നാനം നൽകുന്നതെന്നാണ് യോഹന്നാൻ പറഞ്ഞത്? ഉത്തരം യേശുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടി. 53 എന്താണ് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തിയത്? ഉത്തരം ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവന്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടുവെന്ന്. 54 ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്താണ് എന്നോട് പറഞ്ഞിരുന്നത് എന്നാണ് യോഹന്നാൻ പറയുന്നത്? ഉത്തരം ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. 55 ഞാനത് കാണുകയും ഇവൻ ഡാഷ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. യോഹന്നാൻ 1 അധ്യായം 34 വാക്യം പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം ദൈവപുത്രനാണ്. 56 യോഹന്നാൻ അധ്യായം 1 4 തലക്കെട്ട് എന്ത്? ഉത്തരം ആദ്യ ശിഷ്യന്മാർ. 57 ആരാണ് അടുത്ത ദിവസം തന്റെ ശിഷ്യന്മാരിൽ 2 പേരോട് കൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടത്? ഉത്തരം യോഹന്നാൻ. 58 യോഹന്നാൻ അടുത്ത ദിവസം തന്റെ ശിഷ്യന്മാരിൽ 2 പേരോട് കൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ട് എന്താണ് പറഞ്ഞത്? ഉത്തരം ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. 59 ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. വാക്യഭാഗം എഴുതുക. ഉത്തരം യോഹന്നാൻ 1 അധ്യായം 36 വാക്യം. 60 ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന യോഹന്നാന്റെ വാക്ക് കേട്ട് യോഹന്നാന്റെ 2 ശിഷ്യന്മാർ എന്ത് ചെയ്തു? ഉത്തരം യേശുവിനെ അനുഗമിച്ചു. 61 യോഹന്നാന്റെ ശിഷ്യന്മാർ തന്റെ പിന്നാലെ വരുന്നത് കണ്ട് യേശു എന്താണ് ചോദിച്ചത്? ഉത്തരം നിങ്ങൾ എന്തന്വേഷിക്കുന്നു? 62 റബ്ബി എന്ന വാക്കിന്റെ അർത്ഥം? ഉത്തരം ഗുരു. 63 നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് യേശു യോഹന്നാന്റെ ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ അവർ യേശുവിനോട് എന്താണ് ചോദിച്ചത്? ഉത്തരം റബ്ബി അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? 64 റബ്ബി അങ്ങ് എവിടെയാണ് വസിക്കുന്നത് എന്ന യോഹന്നാന്റെ ശിഷ്യന്മാരുടെ ചോദ്യത്തിന് യേശു നൽകിയ മറുപടി എന്താണ്? ഉത്തരം വന്നു കാണുക. 65 വന്നു കാണുക എന്ന് യേശു പറഞ്ഞപ്പോൾ യോഹന്നാന്റെ ശിഷ്യന്മാർ എന്തു ചെയ്തു? ഉത്തരം അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോട് കൂടെ താമസിക്കുകയും ചെയ്തു. 66 യോഹന്നാന്റെ ശിഷ്യന്മാർ അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ സമയം എത്രയായിരുന്നു? ഉത്തരം ഏകദേശം 10 മണിക്കൂർ. അവസാനത്തെ ചോദ്യം 67 യോഹന്നാൻ പറഞ്ഞത് കേട്ട് യേശുവിനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരുവൻ ആരായിരുന്നു? ഉത്തരം ശിമയോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ്.